ഒരു പെൺകുട്ടി ദക്ഷിണ സൗദി അറേബ്യയിലെ ജിസാനിലെ കടൽ തീരത്തൂടെ ഇങ്ങനെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ മൊബൈൽ എടുത്തിട്ട് കടലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകസ്മികമായ ഒരു ഭയാനകരമായ ദൃശ്യം അവരുടെ മൊബൈലിൽ തെളിഞ്ഞു. രണ്ട് കുട്ടികൾ കടലലകളിൽ പെട്ടിട്ട് ജീവൻ രക്ഷിക്കാൻ അഭ്യർത്ഥിച്ച് കൈ പൊക്കി കാണിക്കുന്ന ദൃശ്യമായിരുന്നത്. അവരൊന്നും ആലോചിച്ചില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം അവർക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് മൊബൈൽ അവർ കുടുംബത്തെ ഏൽപ്പിച്ചിട്ട് ദുരന്ത നിവാരണ സേനയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പറും പറഞ്ഞു കൊടുത്തിട്ട് അവർ നേരെ കടലിലേക്ക് ചെല്ലുകയാണ്. നീന്തം കൃത്യമായിട്ട് അറിയുമെന്ന് പോലും അവർക്കറിയില്ല, ഏതോ കാലത്ത് നീന്തിയതാണ്. പക്ഷേ രണ്ട് കുട്ടികളുടെ ജീവൻ അവിടെ അപകടപ്പെടുന്നത് കാണാൻ അവർ ആ ഒരു അസഹനീയമായ അവസ്ഥയിൽ അവർ നേരെ സ്വയം അപകടപ്പെടുത്തി കടലിലേക്ക് ഓടി ചെല്ലുകയാണ്. ഈ രംഗം കാണുമ്പോഴാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയുന്നത്. എല്ലാവരും അവരുടേതായ സോണിൽ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ബസ്മ ദുആ എന്നാണ് രണ്ട് കുട്ടികളുടെ പേര്. ആ കുട്ടികളുടെ കുടുംബവും ആ കടൽ തീരത്ത് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. അവർക്കിടയിൽ നിന്ന് ഇവർ കടൽ തീരത്ത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി തിരമാലകൾക്കുള്ളിൽ പെടുകയാണ് സംഭവിച്ചത്. ആളുകളൊക്കെ ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷനിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വിശ്വാസപ്രകാരം പല ആളുകളും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ കുടുംബം അട്ടഹസിച്ച് കരയുന്നുണ്ട്. അങ്ങനെ പല സീനുകൾക്കും കടലിൻ്റെ ഈ തീരം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ പെൺകുട്ടി രണ്ട് കുട്ടികളെയും കൊണ്ട് കടൽ തീരത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ പ്രാഥമിക ചികിത്സ, നന്നായി വെള്ളം കുടിച്ചിരുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ നൽകി. അപ്പോഴേക്കും ദുരന്ത നിവാരണ സേനയുടെ വാഹനം സൈറമൊക്കെ എത്തി. അതിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ട ചികിത്സകളെ കൊടുത്ത് 10-15 മിനിറ്റ് കൊണ്ട് കുട്ടികൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, അത് തിരിച്ചു വന്നു. അവിടെ കൂടിയ ആളുകൾ മുഴുവൻ ഈ പെൺകുട്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് പലതരം അറബ് വചനങ്ങൾ അവിടെ പറഞ്ഞു. ഈ കുട്ടിയുടെ കുടുംബം അടങ്ങാനാവാത്ത നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവിടെ കൂടിയ ആളുകൾ മുഴുവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞു, ഇവരോട് പ്രത്യേക നന്ദി പറഞ്ഞു, ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥന നടത്തി. ഇതൊക്കെ ആ ഒരു കുറഞ്ഞ സമയത്ത് അവിടെ സംഭവിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടി, അവരുടെ പേര് അസ്രാർ അബുറാസിൻ എന്നാണ്. ഒരു സൗദി നേഴ്സാണ് ആ കുട്ടി. ഒരു നേഴ്സ് ആയതുകൊണ്ട്, ഒരു നേഴ്സ് 24 മണിക്കൂറും ഡ്യൂട്ടിയിലായിരിക്കും എന്നതിനുള്ള തെളിവാണത്. അവർക്ക് വെള്ള വസ്ത്രം അണിയുകയോ ആശുപത്രിക്കുള്ളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക യൂണിഫോമിനകത്തായിരിക്കുകയോ ഒന്നും വേണ്ട. എല്ലാ സമയത്തും 24 മണിക്കൂറും സദാ ഡ്യൂട്ടിയിലായിരിക്കുന്ന ഒരു വിഭാഗമാണ് നേഴ്സസ്. അപ്പോൾ അവരുടെ രക്തത്തിലാണ് ആ ഒരു പ്രൊഫഷൻ ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റിലോ അതല്ലെങ്കിൽ ഒരു ആശുപത്രി തിയേറ്ററിലെത്തുമ്പോഴോ മാത്രം ഉണ്ടാവുന്നതല്ല, അവരുടെ രക്തത്തിൽ സദാ ഉള്ള ഒരു പ്രൊഫഷനാണ് ഈ നേഴ്സ് എന്നുള്ളത്. അപ്പം അസ്രാർ ആ കടലിലേക്ക് സ്വയം അപകടപ്പെടുത്തി രണ്ട് ജീവനെ രക്ഷിക്കാൻ വേണ്ടി ചാടിയത് അവരൊരു നേഴ്സ് കൂടി ആയതുകൊണ്ടാണ്. മറ്റുള്ളവർ ചെയ്യും, പക്ഷേ ഒരു നേഴ്സ് കൂടി ആയതുകൊണ്ടാണ് അവർക്ക് അസഹ്യമായ ആ ദൃശ്യം കാണാൻ സാധിക്കാതെ നേരെ കടലിലേക്ക് എടുത്തു ചാടിയത്. ഇന്ന് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓർത്തത്. 2021 ജനുവരി മാസത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് അവരഭിനന്ദിച്ചുകൊണ്ട് ഇക്കാര്യം ട്വീറ്റ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അഭിനന്ദന വചനങ്ങൾ ഒഴുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം, ഈ നഴ്സസ് ദിനത്തെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്താകെയുള്ള പ്രിയപ്പെട്ട നഴ്സുമാർക്ക് ഹൃദ്യമായ നഴ്സസ് ദിനാശംസകൾ.